കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴുകി തേങ്ങ കൊത്തിയരിഞ്ഞ് നെയ്യിൽ വറുത്തെടുത്ത് അത് ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ടിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് പാത്രമൊക്കെ കഴുകി വെള്ളമൊക്കെ പിടിച്ച് വന്നപ്പോൾ 5 മണിയായി. ഇപ്പോൾ ഇതാ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാണ് കേട്ടോ. 1.5 കിലോ അരിക്കുള്ളതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ മാവ് ഒഴിച്ചിട്ട് കാണിച്ചു. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഇന്ന് കൊടുക്കാനുള്ള ഉണ്ണിയപ്പം. 25, 10, 10 മൊത്തം 45. അപ്പോൾ ഞാൻ എന്താ 9 മണി ആവാറായിട്ടുണ്ട്. അപ്പം എന്താ നമ്മുടെ ഇന്നത്തെ കൊടുക്കാനുള്ള ഉണ്ണിയപ്പം ഇത്രയും ഓർഡർ എടുത്തിട്ടുള്ള ഒരു 50 എണ്ണം കൂടി ഉണ്ടായിരുന്നു. അത് ഞാൻ നാളത്തേക്ക് വെച്ചു. നാളെ എന്തായാലും ഉണ്ടാവില്ല, കാരണം നാളെ ഫ്രൈഡേ ആണ്. ഫ്രൈഡേ നമുക്ക് റിലീസിൻ്റെ ദിവസമാണ്. അപ്പോൾ റിലീസിൻ്റെ ദിവസം പിന്നെ വേറെ പരിപാടികളുള്ള ദിവസമൊക്കെ ഞാൻ നോക്കിയിട്ടേ ചെയ്യുള്ളൂ. അപ്പോൾ വെള്ളിയാഴ്ച എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ വെള്ളിയാഴ്ച എന്തായാലും ഉണ്ടാവില്ല, കാരണം വെള്ളിയാഴ്ച ഏതെങ്കിലുമൊക്കെ സിനിമ റിലീസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പോകേണ്ടതുള്ളത് കൊണ്ട് വെള്ളിയാഴ്ച ദിവസം ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഞാൻ കൊടുത്തിട്ട് അപ്പം ഞാൻ പോയി വന്നിട്ടുണ്ട്. 10 മണിയായി. അപ്പം ഇന്നത്തെ കളക്ഷൻ നമുക്ക് നോക്കാം. ഞാൻ പറയില്ലേ, ഇന്ന് വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല, മുതൽ മുടക്ക് നമുക്ക് കിട്ടും. പക്ഷെ ഇനി നെക്സ്റ്റ് ഡേ തുടങ്ങി നമുക്ക് ചെറുതായിട്ട് ലാഭം കിട്ടും. കാരണം എപ്പോഴും നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം എണ്ണയൊക്കെ എണ്ണ ബാലൻസ് ഉണ്ടാകും, എള്ള് ബാലൻസ് ഉണ്ടാകും, അതുപോലെ തന്നെ ജീരകം, ഏലക്ക, ഇതൊന്നും നമുക്ക് തീരുമ്പോൾ വാങ്ങിച്ചാൽ മതി ഒരു വട്ടം. അപ്പം അതിൽ നിന്നൊക്കെ നമുക്ക് പിന്നെ നമുക്ക് ചെറിയ പൈസ ലാഭം കിട്ടിത്തുടങ്ങും. പിന്നെ ഞാൻ ഇന്ന് വിറ്റത് 45 ഉണ്ണിയപ്പാണ്. 1 കിലോ അരിക്ക് 300 ഗ്രാം ശർക്കര മതി. അത് കറക്റ്റ് മധുരമായിരിക്കും, കൂടുതലുണ്ടാവില്ല കുറവുണ്ടാവില്ല, അടിപൊളി മധുരമായിരിക്കും. പിന്നെ ബാക്കി കുറച്ച് മാവ് കൂടി ഉണ്ട്. അപ്പം ഞാൻ അതും കൂടി ചുട്ടിട്ട് നേരെ വീട്ടിലേക്ക് പോകാനുള്ള ആലോചനയിലാണ്. കാരണം നാളെ ഉണ്ണിയപ്പില്ല, കാരണം നാളെ കുഞ്ചാക്കോൻ്റെ പടം റിലീസുണ്ടേ, ഉന്മാദം. അപ്പം നാളെ ഉന്മാദം കാണണം, അങ്ങനെ പ്ലാനിട്ടൊക്കെ ഇരിക്കുകയാണ്. 9 മണിക്കാണോ 10 മണിക്കാണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇന്ന് നോക്കിയാലറിയാം, ബുക്ക് മൈ ഷോയിൽ നോക്കിയാലറിയാം, ടൈം അറിയാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് പോകണം. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഇന്നത്തെ കളക്ഷൻ അതല്ലേ, എവിടെ ഇതാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ വരുന്നത്. അത് നോക്കാം. രാവിലെ തന്നെ കാരണം ചില്ലറയൊക്കെയാണ് പറക്കി തന്നത്. 10, 20, 30, 40, 50, 60, 70, 80 എടുക്കുകയും കൂടി ഇല്ല. 80, 100, 120, 140, 50, 150, 160, 170, 180 രൂപയാണ് നമ്മുടെ ഇന്നത്തെ ഉണ്ണിയപ്പത്തിൻ്റെ പൈസയായിട്ട് നമുക്ക് കിട്ടിയേക്കണത്. അപ്പം ആദ്യത്തെ ബിസിനസ്സിൽ നമുക്ക് വന്നത് മുടക്ക് മുതലാണ് കേട്ടോ. ലാഭം പ്രതീക്ഷിക്കരുത് ഫസ്റ്റ് ഡേ. ഇനി അങ്ങോട്ട് നമുക്ക് നോക്കാം.